ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ലൈഫ് ജേണി വിത്ത് ഹസി. സോപ്പ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അലോവേര സോപ്പ്. ഫ്രഷ് അലോവേര വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, അലോവേര എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ് ഇന്ന് സോപ്പ് ഉണ്ടാക്കുന്നത്. ഫ്രഷ് അലോവേര വെച്ച് സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് കുറവായിരിക്കും, പെട്ടെന്ന് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. അലോവേര എക്സ്ട്രാക്റ്റ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചധികം കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതിനായിട്ട് അലോവേരയുടെ ക്ലിയർ സോപ്പ് ബേസ് ആണ് എടുത്തിരിക്കുന്നത്. 500 ഗ്രാം വെച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. 530 ഗ്രാം എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അലോവേര സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അലോവേര സോപ്പ് ബേസ് 1 kg ആയിരുന്നു, അതിൽ നിന്ന് 530 ഗ്രാം മുറിച്ചെടുത്തിട്ടുണ്ട്. വെജ് ഗ്ലിസറിൻ 2.5 ml എടുത്തിട്ടുണ്ട്. വൈറ്റമിൻ ഇ 2 ക്യാപ്സ്യൂളുണ്ട്. അലോവേര എക്സ്ട്രാക്റ്റ് ഒരു 4 ml എടുത്തിട്ടുണ്ട്. ഫ്രാഗ്രൻസ് ഓയിൽ ഒരു 5 ml. പിന്നെ ഒരു ഇച്ചിരി കളർ മുഴുവൻ ഉപയോഗിച്ചിട്ടില്ല. ഒരു ലൈറ്റ് കളറാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. സോപ്പ് ബേസ് നമ്മളിവിടെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് അലിയിച്ചെടുക്കണം. ഡബിൾ ബോയിൽ എന്താണെന്ന് അറിയാലോ അല്ലേ? ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ വേറൊരു പാത്രം ഇറക്കി വെച്ച് അതിനകത്തിട്ടിട്ട് അലിയിച്ചെടുക്കുന്നതാണ്. സോപ്പ് ബേസ് അലിയിച്ചെടുക്കാനായിട്ട് എപ്പോഴും നമുക്ക് സ്റ്റീലിൻ്റെ പാത്രമാണ് നല്ലത്. സോപ്പ് ബേസ് ഇതിലിട്ട പാടെ ഇളക്കാൻ നിൽക്കരുത്, ഇളക്കി കഴിഞ്ഞാൽ നന്നായിട്ട് പത വരും. ഇത് താനെ അവിടെ ഇരുന്ന് അലിയുന്നതാണ് നല്ലത്. സോപ്പ് ഉണ്ടാക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള സോപ്പ് ബേസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓൺലൈനിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന സോപ്പ് ബേസൊക്കെ പലതും പല ക്വാളിറ്റി ഉള്ളതായിരിക്കും. വില കുറഞ്ഞതൊക്കെ വളരെ ചീപ്പ് ക്വാളിറ്റി ഉള്ളതായിരിക്കും. അത് നമുക്ക് സോപ്പ് കറക്റ്റായിട്ടുള്ള ഒരു ഉറപ്പോ പതയോ ഒന്നും ഉണ്ടാവില്ല. അപ്പം പ്രീമിയം ക്വാളിറ്റി സോപ്പ് ബേസ് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ സോപ്പ് ബേസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തത് 2.5 ml വെജിറ്റബിൾ ഗ്ലിസറിനാണ്. അടുത്തതായിട്ട് വൈറ്റമിൻ ഇയുടെ 2 ക്യാപ്സ്യൂള് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അടുപ്പിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് ബേസ് പെട്ടെന്ന് കട്ടായി പോവും. അതുകൊണ്ട് ആ ചൂടിൽ കിടന്ന് തന്നെയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇനി അടുത്തതായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അലോവേര എക്സ്ട്രാക്റ്റ് ആണ്. അതൊരു 4 ml ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് ഫ്രാഗ്രൻസ് ഓയിലാണ്. ഒരു 5 ml ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അലോവേരയുടെ ഫ്രാഗ്രൻസ് ഓയിലാണിത്. അടുത്തതായി നമ്മൾ കളറാണ്, പച്ച കളറാണ്. അതിൽ നിന്ന് വളരെ കുറച്ചേ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുള്ളൂ, ലൈറ്റ് ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ലൈറ്റ് ഗ്രീനാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പിയേഴ്സ് മോൾഡാണ്. 6 സോപ്പ് ഉണ്ടാക്കാനുള്ള മോൾഡാണിത്. അതുകൊണ്ടാണ് 500 ഗ്രാം എടുത്തത്. 530 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മറ്റുള്ള ഓയിൽ കാര്യങ്ങളൊക്കെ കൂടെ കൂടുമ്പോൾ നമുക്കൊരു 6 സോപ്പ് കിട്ടും. 100 ഗ്രാമിൻ്റെ സോപ്പാണിത്. ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് പത വരുന്നുണ്ട്. ഇത് പോകണമെങ്കിൽ നമുക്കൊരു റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും. പക്ഷേ അതെൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് നമുക്കിത് പതയോട് കൂടി തന്നെ നമുക്ക് തൽക്കാലം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒറ്റ തവണ കഴുകി കഴിയുമ്പം ആ പത മൊത്തം പോകും കേട്ടോ. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ സോപ്പ് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഉറപ്പുണ്ട്. ഒരു ദിവസം വെച്ചതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, എത്ര സിമ്പിളാണല്ലേ സോപ്പ് ഉണ്ടാക്കാൻ. നമ്മുടെ വീട്ടിൽ നിന്നുകൊണ്ട് 2 മണിക്കൂർ കൊണ്ട് നമ്മളിത് സോപ്പ് ഉണ്ടാക്കിയെടുത്തു. ഇതിനുള്ളൊരു കിറ്റ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ഉള്ളൊരു കിറ്റ് നോക്കി വാങ്ങുക. അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. ഇത് അധികം നേരം ഇങ്ങനെ പുറത്ത് വെക്കാൻ പറ്റില്ല. അതിൻ്റെ ഗ്ലിസറിനൊക്കെ പുറത്തോട്ട് ഇങ്ങനെ ഒരു വേർപ്പ് തുള്ളി പോലെ വരാൻ തുടങ്ങും. അപ്പം ഇത് നമുക്ക് ഒന്ന് പൊതിഞ്ഞു കൊടുക്കണം. ഇത് ക്ലിം ഫിലിം വെച്ചിട്ടാണ് ഞാനിത് പൊതിഞ്ഞു കൊടുക്കുന്നത്. അപ്പം നല്ല അടിപൊളി സോപ്പ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. അതുവരെ ബായ്.